ഹായ് ഓൾ, വെൽക്കം ടു ട്യൂട്ടേഴ്സ്. നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വർക്കിനെ കുറിച്ചിട്ടാണ്. എന്താണ് വർക്ക്? നമുക്കെല്ലാം അറിയാവുന്നത് അല്ലേ? ഇപ്പോൾ നമ്മൾ പറയും, ഞാൻ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ കുറേ നേരമായിട്ട് ഇവിടെ നിൽക്കുക, ഞാൻ എന്തോരം വർക്കാണ് ഇവിടെ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. എന്നാൽ ഇതാണോ ഫിസിക്സിലെ വർക്ക്? ആണോ? നമുക്ക് നോക്കിയാലോ. എന്താണ് ഫിസിക്സിൽ വർക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ സാധാരണ നമ്മുടെ എവറിഡേ ലൈഫിൽ പറയുന്ന ഞാൻ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ജോലിയിൽ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നു, ഇതൊന്നുമല്ല എന്ത് ഫിസിക്സിലെ വർക്ക്. ഫിസിക്സിൽ നമ്മളൊരു വർക്ക് ചെയ്തു എന്ന് പറയണമെങ്കിൽ അവിടെ എന്ത് സംഭവിക്കണം? എന്തായിരിക്കണം അവിടെ സംഭവിക്കുന്നത്? ഇതൊന്ന് നോക്കിക്കേ. ഒരാൾ എന്ത് ചെയ്യുന്നു? ഒരു വോളിൽ പുഷ് ചെയ്യാണ്. എന്താണ്? ഒരു വോളിൽ പുഷ് ചെയ്യുന്നു. പക്ഷേ ഈ വോളിന് വല്ല മൂവ്മെൻറ്റും ഉണ്ടാവുമോ? വോള് മൂവ് ചെയ്യുമോ? ഒരു ഫോഴ്സ് അദ്ദേഹം കൊടുക്കുന്നുണ്ട്, ആ വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. പക്ഷേ വോളിന് മൂവ്മെൻ്റ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ ഫിസിക്സ് പ്രകാരം ഇവിടെ ഇയാൾ വർക്ക് ചെയ്യുന്നുണ്ടോ? നമ്മൾ വെളിയിൽ നോക്കുമ്പോൾ അയ്യോ എന്തുമാത്രം വർക്ക് അയാൾ ചെയ്യുന്നതെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഫിസിക്സിൽ ഇയാൾ ഇവിടെ ഒരു വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ എന്താണ് ഫിസിക്സിലെ വർക്ക് എന്ന് പറയുന്നത്? ഇത് നോക്കിക്കേ. ഇവിടെ ഒരാളൊരു ബ്ലോക്ക് മൂവ് ചെയ്യിക്കുന്നു, പുഷ് ചെയ്യുന്നു, അതെന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഡിസ്പ്ലേസ്മെൻറ്റ്, ഒരു ദൂരം മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഇൻസ്റ്റൻറ്റിൽ നമുക്ക് എന്ത് പറയാം? അവിടെ ഒരു വർക്ക് നടന്നു എന്ന് പറയാം. അപ്പോൾ ഫിസിക്സിൽ എന്താണ് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിതാ ഇവിടെ ഒരു ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുക്കുന്നു, ആ ഡയറക്ഷനിൽ തന്നെ ഇവിടെ എന്താ? ബ്ലോക്ക് മൂവ് ചെയ്യുകയാണ് അല്ലേ? അപ്പോൾ ഇവിടുത്തെ വർക്കിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. എന്തായിരിക്കും? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും നമ്മുടെ ഇവിടുത്തെ വർക്കിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടുത്തെ എത്ര ഫോഴ്സ് ആണ് ഇവിടെ ഇയാൾ കൊടുത്തിരിക്കുന്നത്? ഒരു 12 ന്യൂട്ടൺ ഫോഴ്സ് ആണ്. 12 ന്യൂട്ടൺ ആണ് ഫോഴ്സ്. അപ്പോൾ 12 ന്യൂട്ടൺ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാ? 5 മീറ്റർ ആണ് ബ്ലോക്ക് മൂവ് ചെയ്തത്. അപ്പോൾ എത്ര? 60 ന്യൂട്ടൺ മീറ്റർ. അല്ലെങ്കിൽ ഇവിടെ ഇയാൾ ചെയ്ത വർക്ക്, ഈ ഒരു പേഴ്സൺ ചെയ്ത വർക്ക് എന്താണ്? 60 ജൂളാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ഇൻസ്റ്റൻറ്റ് നോക്കിക്കേ. ഒരു ഡയറക്ഷനിൽ ഈ ഫോഴ്സ് കൊടുക്കുന്നു, ആ ഡയറക്ഷനിൽ തന്നെ എന്താണ്? ആ വസ്തു മൂവ്, ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് വർക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഒരു ഫോഴ്സ് കൊടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഫിസിക്സിൽ വർക്ക് ചെയ്തു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. സാധാരണ നമ്മൾ എവറിഡേ ലൈഫിൽ പറയുന്ന പോലെയല്ല, നമ്മളൊരു ഫോഴ്സ് കൊടുക്കണം, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ റെസ്പോൺസ് ആയിട്ട് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അവിടെ ഒരു വർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇപ്പം നമ്മൾ കണ്ടത് എന്താ? ഒരാൾ ഒരു ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുക്കുന്നു, അതേ ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നു? ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നു. പക്ഷേ എപ്പോഴും ഇങ്ങനെയാണോ എപ്പോഴും ഉണ്ടാവുന്നത്? നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്ന ഡയറക്ഷനിൽ തന്നെ ഒബ്ജക്റ്റ് എപ്പോഴും മൂവ് ചെയ്യണമെന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും നിർബന്ധമുണ്ടോ? ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും എപ്പോഴും ഒരേ ഡയറക്ഷനിലാണോ? നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ, ആദ്യത്തെ ഈ ഫിഗറിൽ എന്താ? ഒരു കുട്ടി ഒരു ട്രോളി ബാഗ് വലിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ കുട്ടി കൊടുക്കുന്ന ഫോഴ്സ് എങ്ങോട്ടേക്കാ? മുകളിലേക്കൊരു അപ്വേർഡ് ഫോഴ്സ് ആണ് ഈ കുട്ടി കൊടുക്കുന്നത്. പക്ഷേ ട്രോളി ബാഗ് നീങ്ങുന്നതോ എങ്ങോട്ടേക്ക്? ഒരു ഹൊറീസോണ്ടൽ ഡയറക്ഷനിലാണ് നീങ്ങുന്നത് അല്ലേ? അപ്പോൾ എന്താണ്? ഈ കൊടുത്ത അപ്വേർഡായിട്ടല്ല ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായത്, ഹൊറീസോണ്ടലി ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായത് അല്ലേ? അതേപോലെ തന്നെ രണ്ടാമത്തേത്, ഒരാൾ ഒരു ഒബ്ജക്റ്റ് മുകളിലേക്ക് കയ്യിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നു, അയാൾ നടക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇയാൾ ഈ ഒബ്ജക്റ്റിൽ കൊടുത്ത ഫോഴ്സ് എങ്ങോട്ടേക്കാ? അപ്വേർഡ് ഫോഴ്സ് ആണ്. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായത് എങ്ങോട്ടാ? ഈ ഹൊറീസോണ്ടൽ ഡയറക്ഷനിലാണ്. അതാണ് ഡയറക്ഷൻ ഓഫ് മോഷൻ. അപ്പോഴും എന്താണ്? ഫോഴ്സ് കൊടുത്ത ഡയറക്ഷനിലല്ല ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായത്. പക്ഷെ അവിടെ വർക്കുണ്ടോ? നമുക്ക് പറയാം, അതിനെക്കുറിച്ചിട്ട് നമുക്ക് പറയാം. അടുത്തതാണ് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം താഴെ നിന്ന് മുകളിലേക്ക് എടുക്കുന്നു. നമുക്കറിയാം എന്താണ്? ഇവിടെ ഒരു ഗ്രാവിറ്റി ഇല്ലേ? അപ്പോൾ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴും എങ്ങോട്ടേക്കായിരിക്കും? താഴോട്ടേക്കായിരിക്കും ഉള്ളത് ആക്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എന്താ ചെയ്തേ? ഇപ്പോൾ ഒരു സാധനം അതിന് എഗനിസ്റ്റ് ആയിട്ടാണ് എടുത്തത്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്കും, എന്നാൽ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങോട്ടേക്കുമാണ്? മുകളിലേക്കുമാണ്. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ്? വർക്കുണ്ടോ?
അപ്പം എന്താ, എപ്പോഴും നമ്മൾ ഫോഴ്സ് കൊടുക്കുന്ന സെയിം ഡയറക്ഷനിലാണോ വർക്ക് ഉള്ളത്? അല്ല, എപ്പോഴും ഫോഴ്സിൻ്റെ സെയിം ഡയറക്ഷനിൽ തന്നെ വർക്ക് വേണം എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ വർക്കിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഇപ്പം നമുക്ക് ആദ്യത്തെ ആ ഒരു ഇൻസ്റ്റൻറ്റ് തന്നെ എടുക്കാം. ഇങ്ങോട്ടേക്കാണ് ട്രോളി ബാഗ് മൂവ് ചെയ്തത്. കുട്ടി കൊടുത്ത ഫോഴ്സ് അപ്വേർഡ് ഫോഴ്സ് ആണ്. കുട്ടി കൊടുത്ത ഫോഴ്സ് എന്താണ്? ഒരു അപ്വേർഡ് ഫോഴ്സ് ആണ്. ഈ ഫോഴ്സിൻ്റെയും ഈ ഡിസ്റ്റൻസിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റ ആണെന്ന് ഇരിക്കട്ടെ. ഇത് മൂവ് ചെയ്ത ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? എസ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അതിന് മൂവ്മെൻറ്റ് നടന്നത്. ഓക്കെ, പിന്നെന്താണ്? ഇതാണ് നമ്മുടെ ഫോഴ്സ്. ഈ ഫോഴ്സിൻ്റെ ഒരു നമ്മളിതിൻ്റെ കമ്പോണൻറ്റ് എസിൻ്റെ ഡയറക്ഷനുള്ള, അതായത് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷനുള്ള ഫോഴ്സിൻ്റെ കമ്പോണൻറ്റ് ഏതാ ഇവിടെ? നോക്കിക്കേ, എന്ത് വരും? എഫ് കോസ് തീറ്റ എന്ന് വരത്തില്ലേ? എഫ് കോസ് തീറ്റ എന്ന് വരും. എങ്കിൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞ് നമുക്ക് എങ്ങനെ എഴുതാം? എഫ് കോസ് തീറ്റ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എഫ് എസ് കോസ് തീറ്റ. എഫ് എസ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? വെക്ടർ എഫ് ഡോട്ട് വെക്ടർ എസ്, അതായത് വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു വെക്ടർ എഫ് ഡോട്ട് വെക്ടർ എസ്. ഇതാണ് നമ്മുടെ വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ഒരു ഫോഴ്സ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കണം. ഓൾവേസ് സെയിം ഡയറക്ഷനിൽ നടക്കണമെന്ന്, ആ ഡിസ്പ്ലേസ്മെൻറ്റ് ഫോഴ്സിൻ്റെ സെയിം ഡയറക്ഷനിൽ എപ്പോഴും നടക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഓക്കെ ആണോ? എങ്കിലും നോക്കിക്കേ, അടുത്ത എന്താണ്? എസ് ഐ യൂണിറ്റ് ഓഫ് ഫോഴ്സ്. വർക്കിൻ്റെ എസ് ഐ യൂണിറ്റ് എന്താണ്? ജൂൾ ആണ്. എന്താണ് വർക്കിൻ്റെ എസ് ഐ യൂണിറ്റ്? ജൂൾ. ഇനി എന്താ? വർക്ക് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണോ? അതെ. കാരണം എന്താ? നമ്മുടെ വെക്ടറുകളായ ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും സ്കെയിലാർ പ്രോഡക്റ്റ് എടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? വർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ വർക്ക് എന്താണ്? ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ ആണോ? അപ്പോൾ വർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്? എഫ് എസ് കോസ് തീറ്റ അല്ലെങ്കിൽ വെക്ടർ എഫ് ഡോട്ട് വെക്ടർ എസ്. ഇവിടുത്തെ ഈ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഇടയ്ക്കുള്ള ആംഗിൾ ആണ്. അപ്പോൾ നമ്മുടെ സെയിം ഡയറക്ഷനിലല്ല വർക്ക് നടന്നതെന്നുണ്ടെങ്കിൽ, ഫോഴ്സിൻ്റെ സെയിം ഡയറക്ഷനിലല്ല ഡിസ്പ്ലേസ്മെൻറ്റ് നടന്നത്, ഒരു ഇൻക്ലിനേഷൻ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്താ? ആ തീറ്റ ആംഗിൾ ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കറസ്പോണ്ടിങ് വർക്ക് നമുക്ക് കിട്ടും. ഓക്കെ ആണോ? എങ്കിൽ വർക്ക് തന്നെ പല ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് വർക്ക്? ആദ്യം തന്നെ നമുക്ക് കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം പറയാം. ഏതാ? പോസിറ്റീവ് വർക്കാണ്. ആദ്യത്തെ ടൈപ്പ് ഓഫ് വർക്കാണ് എന്ത്? പോസിറ്റീവ് വർക്ക്. ഇവിടെ നമ്മൾ എന്താ? ഫോഴ്സ് കൊടുക്കുന്ന ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്നു. അല്ലെങ്കിൽ എങ്ങനെ പറയാം? തീറ്റ എന്ന് പറയുന്നത് അക്യൂട്ട് ആണെങ്കിൽ ലെസ് ദാൻ 90 ഡിഗ്രി. ഇപ്പം നമ്മളിതാ ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ഫോഴ്സ് നമ്മൾ എങ്ങോട്ടേക്കാണ് കൊടുത്തത്? ഇയാൾ താഴേക്കാണ്, ഡൗൺവേർഡ് ഫോഴ്സ് ആണ് കൊടുത്തത്. പക്ഷേ ഇതിൻ്റെ മോഷൻ എങ്ങോട്ടേക്കായിരുന്നു? ഹൊറീസോണ്ടലാണ്. അതായത് ഇങ്ങോട്ടേക്ക് ഫോഴ്സ് കൊടുത്തു, ഇങ്ങോട്ടേക്ക് ഫോഴ്സ് കൊടുക്കുന്നു, പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങോട്ടാ? ഇങ്ങോട്ട് ഫോഴ്സ് കൊടുക്കുന്നു, ഇങ്ങോട്ട് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റയാണ്. പക്ഷേ തീറ്റയുടെ പ്രത്യേകത എന്താ? തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രിയെക്കാളും കുറവാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഈ ഒരു ഇൻസ്റ്റൻറ്റിൽ ഉണ്ടാവുന്ന വർക്കിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പോസിറ്റീവ് വർക്ക് എന്ന് വിളിക്കാം. സെയിം ഡയറക്ഷൻ അല്ലെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ആ തീറ്റ ഇടയ്ക്കുള്ള ആംഗിൾ അക്യൂട്ട് ആണെങ്കിൽ ലെസ് ദാൻ 90 ഡിഗ്രി ആണെങ്കിലും നമുക്ക് അവിടെ ഉണ്ടാവുന്ന വർക്കിനെ എന്ത് വർക്ക് എന്ന് വിളിക്കാം? പോസിറ്റീവ് വർക്ക് എന്ന് വിളിക്കാം. അപ്പം എന്തൊക്കെയാണ്? നമ്മളൊരു കാറിനെ പുഷ് ചെയ്യുന്നു, ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്യുന്നു. ഇതൊക്കെ എന്താണ്? പോസിറ്റീവ് വർക്കിൻ്റെ എക്സാമ്പിളാണ്. അതേപോലെ തന്നെ നമ്മൾ താഴെ നിന്നൊരു സാധനം എടുക്കുന്നു, നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത് മുകളിലേക്കാണ്, ആ ഒരു ഒബ്ജക്റ്റ് മുകളിലേക്കുമാണ് വരുന്നത്. അതുകൊണ്ട് അതും എന്താണ്? ഒരു പോസിറ്റീവ് വർക്കിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, അടുത്തതാണ് അപ്പോൾ എന്ത്? നെഗറ്റീവ് വർക്ക്. എന്താണ് നെഗറ്റീവ് വർക്ക് എന്ന് പറഞ്ഞാൽ? നമ്മൾ ഒരു ഫോഴ്സ് ഒരു ഡയറക്ഷനിൽ കൊടുക്കുന്നു,
പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് അതിന് എതിർദിശയിലേക്കാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് എന്നുണ്ടെങ്കിൽ അതെന്താണ്? അതൊരു നെഗറ്റീവ് വർക്കാണ്. നമ്മൾ മുമ്പേ ഗ്രാവിറ്റിയുടെ കാര്യം പറഞ്ഞില്ലേ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എങ്ങോട്ടേക്കാണ്? താഴോട്ടേക്കാണ്. പക്ഷെ നമ്മൾ ഒരു സാധനം താഴെ നിന്ന് മുകളിലേക്ക് ഒരു ഒബ്ജക്റ്റ് ഉയർത്തുമ്പോൾ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് മുകളിലേക്കും ഗ്രാവിറ്റി താഴേക്കുക. അപ്പോൾ അവിടെ ചെയ്യുന്ന വർക്ക് എന്താണ്? നെഗറ്റീവ് വർക്കാണ്. അവിടെ ഗ്രാവിറ്റി ചെയ്യുന്ന വർക്ക് എന്താണ്? നെഗറ്റീവ് വർക്കാണ്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു സാധനം പുഷ് ചെയ്യുകയാണ്, ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ പുഷ് ചെയ്യുകയാണ്, ഒരു സർഫസിൽ കൂടെ പുഷ് ചെയ്യുന്നു. ഈ പുഷ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും? ഇങ്ങോട്ടേക്ക് എന്ത് കാണും? ഒരു മോഷൻ ഉണ്ടാകും. പക്ഷേ നേരെ ഇങ്ങോട്ട് ആര് കാണും? നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് കാണും. ആര് കാണും? ഈ മോഷൻ ഓപ്പോസിറ്റ് ആയിട്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് കാണും. അപ്പോൾ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈ ഒബ്ജക്റ്റിൽ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് വർക്കായിരിക്കും. കാരണം എന്താ? ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, പക്ഷേ ഒബ്ജക്റ്റ് മൂവ് ചെയ്തതോ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അതുകൊണ്ട് തന്നെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈ ഒബ്ജക്റ്റിൽ ചെയ്ത വർക്ക് എന്താണ്? നെഗറ്റീവ് വർക്കാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്? നമ്മുടെ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് വർക്ക്, ദാറ്റ് ഈസ് നെഗറ്റീവ് വർക്ക്. ഇനി അടുത്തതാണ് സീറോ വർക്ക്. എന്താണ്? സീറോ വർക്ക്. ഈ വർക്ക് എപ്പോഴാണ് ഒരു വർക്ക് സീറോ ആവുന്നത്? നമ്മളിപ്പോൾ ഒരു സാധനം ഇങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്, ലൈക്ക് ദിസ്. ആദ്യത്തെ എക്സാമ്പിൾ നോക്കിക്കേ. ഒരാൾ എന്ത് ചെയ്യുന്നു? ഒരു ബാഗ് ഹോൾഡ് ചെയ്യുന്നു. അവിടെ എന്തുണ്ട്? ഇത് ഹോൾഡ് ചെയ്യാൻ മുകളിലേക്കൊരു ഫോഴ്സ് ഇവർ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ബാഗിന് അവിടെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ ഫോഴ്സ് ഉണ്ട്, പക്ഷേ എന്തില്ല? ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ വർക്ക് ഡൺ എന്തായിരിക്കും? വർക്ക് ഈസ് ഈക്വൽ ടു എഫ് എസ് കോസ് തീറ്റ അല്ലേ? എസ് സീറോ ആയി കഴിഞ്ഞാൽ വർക്ക് എന്തായിരിക്കും? സീറോ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഇൻസ്റ്റൻറ്റിൽ, അതായത് ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ല പക്ഷേ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്, അപ്പോൾ എന്താണ്? അവിടെ എന്തായിരിക്കും? നോ വർക്ക് ഡൺ ആയിരിക്കും. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് എന്താ? നമ്മൾ ഈ ബാഗ് ഹോൾഡ് ചെയ്തിട്ട് നടക്കുവാണ്. ഓക്കെ, അപ്പോൾ ബാഗ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഫോഴ്സ് എങ്ങോട്ടേക്കാണ്? മുകളിലേക്കാണ് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത്. എന്തിനു വേണ്ടി? ബാഗ് ഹോൾഡ് ചെയ്യാൻ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത് ഇതാ മുകളിലേക്കാണ്. പക്ഷേ ഈ വ്യക്തി നടക്കുന്നത് എങ്ങോട്ടേക്കാണ്? ഒരു ഹൊറിസോണ്ടൽ മോഷനാണ്, അങ്ങോട്ടേക്കാണ്. അതായത് ഇതാ ഇങ്ങോട്ടേക്കാണ് എന്ത്? ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞേ? ഇവർക്കിടയിലുള്ള ആംഗിളിനെയാണ് നമ്മൾ തീറ്റ എന്ന് വിളിക്കുന്നത്. അപ്പോൾ വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ എന്താ? എഫ് എസ് കോസ് തീറ്റ ആണല്ലോ. ഇവിടുത്തെ തീറ്റ എന്താ? തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി അല്ലേ? റൈറ്റ് ആംഗിൾ അല്ലേ? അപ്പോൾ എന്ത് വരും? എഫ് എസ് കോസ് 90. എഫ് എസ് കോസ് 90 എന്ന് പറഞ്ഞാൽ എന്താ? സീറോ അല്ലേ? അപ്പോൾ വർക്ക് ഡൺ എന്താണ് ഇവിടെ? സീറോ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലായി? ഫോഴ്സും കറസ്പോണ്ടിങ് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും പെർപെൻഡിക്കുലർ ആണെങ്കിൽ എന്തായിരിക്കും? വർക്ക് ഡൺ അവിടെ സീറോ ആയിരിക്കും. അതിൻ്റെ മറ്റൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ സർക്കുലാർ മോഷനിൽ. എവിടെ? നമ്മുടെ സർക്കുലാർ മോഷനിൽ ഒരു പാർട്ടിക്കിൾ സർക്കുലാർ മോഷനിലാണുള്ളത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? വെലോസിറ്റി അറ്റ് ആൻ ഇൻസ്റ്റന്റ് എന്ന് പറയുന്നത് ടുവേർഡ്സ് അലോങ് ദ ടാൻജൻ്റ് ആയിരിക്കും. ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടേക്കായിരിക്കും? സെൻട്രലിലേക്കായിരിക്കും. സെൻട്രിപീറ്റൽ ഫോഴ്സ്. ഇതായിരിക്കും ലീനിയർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ആണല്ലോ. ലീനിയർ വെലോസിറ്റി അതേപോലെ തന്നെ ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റും എങ്ങോട്ടേക്ക് തന്നെയാണ്? ദാ എലോങ് ദി ടാൻജൻ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെയും നമ്മൾ വർക്ക് ഈസ് ഈക്വൽ ടു എഫ് എസ് കോസ് തീറ്റ. തീറ്റ 90 ഡിഗ്രി ആണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? വർക്ക് സീറോ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ എന്താണ്? നെഗറ്റീവ് സീറോ വർക്കിൻ്റെ എക്സാമ്പിളുകളാണ്. അപ്പോൾ നമ്മൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് വർക്കുകളാണ് പഠിച്ചത്? പോസിറ്റീവ് വർക്ക് പഠിച്ചു, അതേപോലെ തന്നെ നെഗറ്റീവ് വർക്ക് പഠിച്ചു, പിന്നെന്താണ്? സീറോ വർക്ക്. അപ്പോൾ പോസിറ്റീവ് വർക്കിൽ എന്തായിരുന്നു? തീറ്റ, അതായത് ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഇടയ്ക്കുള്ള ആംഗിൾ ലെസ് ദാൻ 90 ഡിഗ്രി ആയിരുന്നു. ഇനി മറ്റേത് നെഗറ്റീവ് വർക്കിലാകുമ്പോഴോ തീറ്റ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആണ്. ഇനി ഇവിടെ സീറോ വർക്കിലേക്ക് വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനനുസരിച്ചിട്ട് ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? വർക്ക് സീറോ ആയിരിക്കും. അതേപോലെ തന്നെ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും പരസ്പരം പെർപെൻഡിക്കുലർ ആണെങ്കിലും എന്തായിരിക്കും? നമ്മുടെ വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു സീറോ ആയിരിക്കും ആണല്ലോ. എങ്കിൽ ഇതാണ് നമ്മുടെ എന്ത്? ടൈപ്സ് ഓഫ് വർക്ക്. അടുത്തതാണ് എന്ത്? വർക്ക് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സ്. എന്താണ് ഒരു വേരിയബിൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? എന്താണ്?
പൊസിഷൻ മാറുന്നതനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് മാറുന്നതനുസരിച്ചിട്ട് ഫോഴ്സിൻ്റെ വാല്യൂവും ചേഞ്ച് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫോഴ്സുകളെയാണ് നമ്മൾ വേരിയബിൾ ഫോഴ്സ് എന്നുകൊണ്ട് പറയുന്നത്. എന്താണ് വേരിയബിൾ ഫോഴ്സ്? പൊസിഷൻ മാറുന്നതനുസരിച്ചിട്ട് ഫോഴ്സിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫോഴ്സാണ് എന്ത്? വേരിയബിൾ ഫോഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ സ്പ്രിംഗ് ഫോഴ്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ എന്താണ്? വേരിയബിൾ ഫോഴ്സ് ആണ്. അപ്പോൾ ഈ വേരിയബിൾ ഫോഴ്സിൻ്റെ വർക്ക് ഡൺ കാണാൻ നമുക്ക് FS cos θ അങ്ങ് ചെയ്താൽ മതിയോ? അങ്ങനെ ചെയ്താൽ നമുക്ക് കറക്റ്റ് വാല്യൂ കിട്ടുമോ? കാരണം ഇതെന്താ? വേരിയബിൾ ഫോഴ്സാണ്. ഫോഴ്സിൻ്റെ ഏത് ഇക്വേഷൻ ഇട്ടിട്ട് നമ്മൾ FS cos θ കൊടുക്കും? അപ്പോൾ നമ്മൾ വേരിയബിൾ ഫോഴ്സിനെയാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വർക്ക് ഡൺ കാണാൻ വേണ്ടി എന്ത് ചെയ്യണം? F എന്ന് പറയുന്ന എക്സിൻ്റെ ഫംഗ്ഷനായ ഫോഴ്സിനെ എന്ത് ചെയ്യണം? നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം ഫ്രം ദ ലിമിറ്റ് എന്താണ്? ഇനിഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ. ഇതായിരിക്കും എന്ത്? ഒരു വേരിയബിൾ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത്. എന്ത് ചെയ്യണം? ദ വർക്ക് ഡൺ by a variable force will be the integral of f of x dx. ഇതായിരിക്കും എന്ത്? ഒരു വേരിയബിൾ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? എങ്കിൽ അടുത്തതാണ് കൺസർവേറ്റീവ് ഫോഴ്സ്. എന്താണ് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ്? അല്ലെങ്കിൽ കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ എന്താണ്? ഇപ്പോൾ നമുക്ക് ഒരു പോയിന്റ് എ എന്ന പോയിന്റിൽ നിന്ന് ബി എന്ന പോയിന്റിലേക്ക് നമുക്ക് എത്തണം. ഇതിനു വേണ്ടി നമ്മളിതാ ഇങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു രീതിയിൽ പോകുന്നു, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ചെയ്യുന്നു, എങ്ങനെ വേണമെങ്കിലും പോകുന്നു. അപ്പോൾ ഇവിടെ ഏത് പാത്തിലായിരിക്കും കൂടുതൽ വർക്ക് ഡൺ എടുത്തത്? അതായത് നമ്മളിവിടെ ഒരു കൺസർവേറ്റീവ് ഫോഴ്സാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഏത് പാത്തിൽ കൂടെ പോകുമ്പോഴായിരിക്കും വർക്ക് ഡൺ കൂടുതൽ, അല്ലെങ്കിൽ എവിടെ കൂടെ പോകുമ്പോഴായിരിക്കും വർക്ക് ഡൺ കുറവ്? എങ്ങനെയായിരിക്കും? നമ്മൾ ഉപയോഗിച്ചത് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ നമ്മൾ ഏത് പാത്തിൽ കൂടെ പോയി എന്നത് അവിടെ ഒരു കാര്യമുള്ള കാര്യമേ അല്ല. ഓക്കെ, ഇറ്റ് ഡസൻറ്റ് മാറ്റർ ഹിയർ. ഓക്കെ, അപ്പോൾ എന്താണ്? ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതൊരിക്കലും പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആ രണ്ട് പോയിന്റുകൾ ഉണ്ടല്ലോ, ഇനിഷ്യൽ പോയിന്റിനെയും ഫൈനൽ പോയിന്റിനെയും, അതിനെ മാത്രമേ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പം ഞാൻ എയിൽ നിന്ന് ബിയിലെത്താൻ ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ് ഉപയോഗിച്ചതെങ്കിൽ എൻ്റെ വർക്ക് ഡൺ എന്തായിരിക്കും? ഇറ്റ് വിൽ നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി പാത്ത് കവേർഡ്. പിന്നെ എന്തിനെയായിരിക്കും? ഇനിഷ്യൽ പൊസിഷനെയും ഫൈനൽ പൊസിഷനെയും ആയിരിക്കും അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ എയിൽ നിന്ന് ബിയിലെത്തി, അവിടുന്ന് തിരിച്ച് നമ്മൾ എയിൽ തന്നെ എത്തി. അതായത് ഒരു ക്ലോസ്ഡ് പാത്താണ്, പോയി അവിടെ തന്നെ തിരിച്ചെത്തി. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഉപയോഗിച്ചതൊരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ അവിടുത്തെ വർക്ക് ഡൺ എന്തായിരിക്കും? വിൽ ബി ഈക്വൽ ടു 0. നമ്മളൊരു കൺസർവേറ്റീവ് ഫോഴ്സ് ഉപയോഗിച്ചിട്ട് എയിൽ നിന്ന് ബിയിൽ പോകുന്നു, ബിയിൽ നിന്ന് തിരിച്ച് എയിലെത്തുന്നു. ഏത് വഴി വേണമെങ്കിലും ആയിക്കോട്ടെ, അതിവിടെ മാറ്റർ അല്ല. അപ്പോൾ എന്താണ്? ഇങ്ങനെയുള്ള സമയത്ത് വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. എന്ന് വെച്ചാൽ എന്താ? വർക്ക് ഡൺ ഇൻ എ ക്ലോസ്ഡ് പാത്ത് ഈസ് 0. എവിടെ? കൺസർവേറ്റീവ് ഫോഴ്സ് ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്തൊക്കെയാണ് കൺസർവേറ്റീവ് ഫോഴ്സ്? നമ്മുടെ സ്പ്രിംഗ് ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇവരൊക്കെയാണ് എന്ത്? നമ്മുടെ കൺസർവേറ്റീവ് ഫോഴ്സുകൾ. ഇനി അടുത്തതാണ് എന്ത്? വർക്ക് ഡൺ ബൈ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. നോൺ കൺസർവേറ്റീവ് എന്ന് പറഞ്ഞപ്പോൾ എന്തായിരിക്കും? നമ്മൾ എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്നു. ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചത് ഒരു നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്നതെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്ക് എത്താൻ നമ്മൾ ഉപയോഗിച്ചത് ഒരു നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ ഇവിടെ നമ്മൾ ഏത് പാത്താണ് പോയത് എന്നത് എന്ത് ചെയ്യും? ഇവിടെ മാറ്റർ ചെയ്യും. അതായത് എന്തായിരിക്കും? ഇവിടെ നമ്മൾ അതിനെ കൺസിഡർ ചെയ്യണം. പാത്തിനെ നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. പാത്തിനെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എപ്പോൾ? നമ്മളൊരു നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ് എ എന്ന പൊസിഷനിൽ നിന്ന് ബി എന്ന പൊസിഷനിലേക്ക് ചെന്നതെങ്കിൽ. അപ്പോൾ ഇവിടെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ്, അതുപോലെ തന്നെ എയർ റെസിസ്റ്റൻസ്, ഇതൊക്കെ എന്താണ്? നമ്മുടെ നോൺ കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് വിൽ ഡിപ്പെൻഡ് ഓൺ ദി പാത്ത് കവേർഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? നമ്മൾ എന്താണ് വർക്ക് എന്നതിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തു. എന്താണ് വർക്ക്? വർക്ക് എന്താ? FS cos θ ആണല്ലേ.
അപ്പോൾ എന്തായിരിക്കും തീറ്റ എന്ന് പറഞ്ഞാൽ ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഇടയ്ക്കുള്ള ആംഗിളാണ് തീറ്റ എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ടൈപ്സ് ഓഫ് വർക്ക്, പോസിറ്റീവ് വർക്കും നെഗറ്റീവ് വർക്കും സീറോ വർക്കും പറഞ്ഞു. പിന്നെന്താ? കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്നവർക്ക്, വേരിയബിൾ ഫോഴ്സ് ചെയ്യുന്നവർക്ക്, നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്നവർക്ക്. ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വർക്ക് എന്ന ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നും നിങ്ങൾക്ക് മനസ്സിലായെന്നും വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ സെഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വേറെ നല്ലൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് അടുത്തൊരു സെഷനിൽ കാണാം. അപ്പോൾ താങ്ക് യു ഓൾ.